അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിന് മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ചിങ്ങക്കൂറ്. പങ്കാളിത്തത്തോട് ചെയ്യുന്ന ബിസിനസ്സോ ജോലിയോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ജോലികളും ഒക്കെ വിജയിക്കും. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അപവാദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധത്തിലും ഇത് വളരെ ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് കഴിയുന്നത്ര ഒരു പരസ്പര അറിഞ്ഞ് കാര്യങ്ങളറിഞ്ഞ് ചർച്ച ചെയ്ത് അഥവാ പരസ്പര പൂരകമായിട്ട് വർത്തിച്ചാൽ മാത്രമാണ് അവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തന മണ്ഡലത്തിൽ ജോലിയിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ധനപരമായിട്ട് കുഴപ്പം ഒന്നും കാണുന്നില്ല. സ്ഥിരമായിട്ടുള്ള വരുമാനവും ഒക്കെ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ ഹൃദയം അല്ലെന്നുണ്ടെങ്കിൽ രക്തചംക്രമണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള രക്തസമ്മർദ്ദവും മറ്റൊക്കെ കൂടുതലായേക്കാം. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ബന്ധത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടായെന്നിരിക്കാം. അത് തുറന്ന സംഭാഷണത്തിൽ കൂടെ ചർച്ച ചെയ്ത് അത് ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഗണപതി ക്ഷേത്ര ദർശനം, ചതുർത്ഥി വ്രതം ആചരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും, ഗണപതിക്ക് ഏത്തമിടുക, വഴിപാട് കഴിക്കുക, ഗണപതി ഹോമം കഴിക്കുക, സ്വയമേവ നിത്യേന ഗണപതി സ്തുതികൾ ചൊല്ലുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധിക്കും.